ഷഫീദ റാവുത്തറിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. ഷഫീദയെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മാത്രമാണ് ഈ ദൗത്യം എത്രത്തോളം ദുഷ്കരമാണ്, എത്രത്തോളം റിസ്ക് അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മുകളിൽ നിന്ന് ചെറിയ തോതിൽ പാറക്കഷ്ണങ്ങൾ താഴേക്ക് വരുന്നുണ്ട്. അത് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അപകടകരമായ രീതിയിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഇത്രയധികം പാറകളുണ്ട്. ഈ 4 പേരെ കൊണ്ട് ആ പാറകൾ മാറ്റാമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് ഈ പാറക്കഷ്ണങ്ങൾ മാറ്റാനുള്ള ശ്രമം ഉണ്ടാകുമോ? ഇത്തരം അതീവ ദുഷ്കരമായ സാഹചര്യം എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം ഈ ടെറൈന്റെ പ്രത്യേകത അത് അങ്ങനെ തന്നെയാണ്. മാത്രവുമല്ല ഏതാണ്ട് 200 മീറ്ററിലധികം മുകളിലേക്ക് ഇതിന്റെ ഒരു സെമി പാരലൽ ഹൈറ്റ് ഉണ്ട് എന്നുള്ളതും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ വിദഗ്ധർ, അതായത് പത്തനംതിട്ട ജില്ലാ കളക്ടർ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇതിൽ പോസിബിളായ രണ്ട് മാർഗം മാത്രമേ ഉള്ളൂ. ഒന്ന്, നിലവിൽ ഇപ്പോൾ ഇവർ നടത്തുന്ന പാറക്കല്ലുകൾ നീക്കിയുള്ള പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ ആ തൊഴിലാളിയെ കുറിച്ച് സൂചന കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യ ശ്രമം, രണ്ടാം ശ്രമം എന്ന രീതിയിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവർ നിൽക്കുന്ന, അതായത് ഈ ക്രെയിൻ ഇപ്പോൾ അതിന് തൊട്ട് മുകളിലത്തെ ഭാഗത്തേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചി പുൾ ഓൺ ചെയ്യാൻ കൊണ്ടുള്ള ഒരു പരിപാടി കൂടി, അങ്ങനെ ഒരു നീക്കം കൂടി അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ആ 2 മാർഗങ്ങളാണ് നിലവിൽ ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് അങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ ഹിറ്റാച്ചി സംവിധാനങ്ങളടക്കം ഇവിടേക്ക് എത്തിക്കണം. 2 ഹിറ്റാച്ചുകൾ കൂടി, ലോങ് ബൂം എക്സ്കവേറ്റേഴ്സ് കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നീക്കം അത് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു വിവരം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ദുഷ്കരമായി ഇത് മാറുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 4 സംഘമുണ്ട്. ആ 4 സംഘത്തിൽ ഈ ഹിറ്റാച്ചിയുടെ ആ ഭാഗത്ത് ഒരു ഭാഗം കേന്ദ്രീകരിച്ചത് ഈ ഡ്രൈവേഴ്സ് ക്യാബിൻ അടക്കം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് അവർ ഒരു പ്രത്യേക സോണ ഇതിനെ മാറ്റിക്കൊണ്ട് അവിടേക്ക് എത്തി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്, തിരച്ചിൽ നടത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പാറക്കല്ലുകൾ നീക്കി ഉള്ള അവരുടെ ദൗത്യത്തിന് പുരോഗതി ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അവർ നോക്കുന്നത് അവിടേക്ക് ആ റോപ്പ് ടൈറ്റ് ചെയ്തുകൊണ്ട് ആ ഹിറ്റാച്ചി അവിടെ നിന്ന് പുൾ ഓൺ ചെയ്യുക. അങ്ങനെ പുൾ ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള രണ്ടാമത്തെ അവരുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കാരണം അത്രത്തോളം ഭീകരമായ രീതിയിൽ ഈ പാറക്കല്ലുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് വന്ന് വീണിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും എന്തുമാത്രം ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇനി ഈ 2 ഓപ്പറേഷൻസുകളും വിജയിച്ചില്ലെങ്കിൽ പിന്നീട് മൂന്നാമതൊരു ഓപ്പറേഷൻ എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവർ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം. ഏതായാലും ഈ വലിയ ടാസ്ക് ആയി തന്നെ ഇത് മാറുന്നുണ്ട്. ഇന്നലെ രാത്രി ഇത് അവസാനിപ്പിക്കുമ്പോഴും പത്തനംതിട്ട ജില്ലാ കളക്ടർ പറഞ്ഞൊരു കാര്യം, കാലാവസ്ഥ പ്രതികൂലമാണ്, നിലവിൽ ഇപ്പോൾ ഈ ടെറൈൻ പ്രതികൂലമാണ്. 3 ഈ വീണ് തകർന്നു പോയി പാറക്കല്ലുകൾ വീണ് തകർന്ന, ചെറിയ പാറക്കല്ലും വലിയ പാറക്കല്ലും ഒക്കെയായി അതിന്റെ മുകളിലേക്ക് വന്ന് കിടക്കുന്നത് പ്രതികൂലമാണ്. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അനുകൂലമായുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് വേ എന്ന രീതിയിൽ, ഒരു 2ാം വഴി എന്ന രീതിയിൽ അവർ ഈ ഹിറ്റാച്ചി റോപ്പ് കൊണ്ട് ടൈറ്റ് ചെയ്ത് അത് ഉയർത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ അക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇന്നലെയും മറ്റ് തിരച്ചിൽ നടത്തുമ്പോൾ, മറ്റ് തൊഴിലാളികളുടെ മൃതദേഹം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് കൂടുതൽ കല്ലുകൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല. ഒഡീഷ സ്വദേശിയായിട്ടുള്ള മഹാദേവിനെയായിരുന്നു ഇന്നലെ കണ്ടെത്തിയത്. ബീഹാർ സ്വദേശിയായിട്ടുള്ള അജയ് റായിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇവിടെ ഊർജിതമായി തുടരുന്നത്. കൃഷ്ണൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയൊക്കെ ഈ കോന്നി ഭാഗങ്ങളിൽ വലിയ തരത്തിലുള്ള മഴയുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയും മഴ കാരണമാണ് ഈ രക്ഷാദൗത്യം ആരംഭിക്കാൻ തന്നെ വൈകിയത്. അതിനുശേഷം ഇവിടേക്ക് എത്തി NDRF സംഘം. ഷഫീദിലേക്ക് തിരികെ എത്താം. അപകടത്തിൽപ്പെട്ട തൊഴിലാളിക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചു. NDRFും ഫയർഫോഴ്സും ചേർന്ന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്.